തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒത്തൊരുമയുടെ കാലമാണ്. ഒത്തൊരുമിച്ച് ഒറ്റ മനസ്സായി മുന്നോട്ട് പോകുന്ന സമയം. ഒറ്റ സന്ദേശം, ഒറ്റ ലക്ഷ്യം, ഒറ്റ മൈൻഡ്. തെരഞ്ഞെടുപ്പ് കാലത്ത് എതിർ ടീമിനെ അടിക്കാൻ വടി കിട്ടിയ അടിക്കാത്ത രാഷ്ട്രീയക്കാരുണ്ടോ? ഒരിക്കലുമില്ല, അടിച്ചിരിക്കും. അങ്ങനെ പറയാൻ വരട്ടെ, അടിക്കാത്തവരുണ്ട്. സ്വർണവും ഗർഭവും ഇതൊന്നും നമ്മുടെ വിഷയമല്ല. BJP രാഹുൽ ഫാൻസായോ? നോ. പാലക്കാട് MLA അതീവ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത്. പെൺകുട്ടിയുടെ പരാതി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് തന്നെയാണ്, മുഖ്യമന്ത്രിക്ക് തന്നെയാണ് നേരിട്ട് നൽകിയിരിക്കുന്നത്. എന്താണ് അവരുടെ ശരിക്കും നിലപാട്? അങ്ങനെ ഇപ്പൊ എല്ലാവർക്കും കൂടി ഒരു നിലപാടൊക്കെ എടുക്കാൻ പറ്റുമോ? ഓരോരുത്തരും ഒരു നിലപാടെടുക്കുന്നതിന്റെ ബുദ്ധിമുട്ട് അവർക്കേ അറിയുള്ളൂ. ശക്തമായ ഒരു നിലപാട് കേൾക്കാൻ താല്പര്യമുണ്ടോ? കേട്ടു നോക്കാം. ഞാൻ എപ്പോഴും അതിജീവിതക്കൊപ്പമാണ്. അതാണ് നിലപാട്. ഇത്രനാൾ അവൾ എന്തുകൊണ്ട് പരാതി നൽകിയില്ല, ഇത്രനാൾ എന്തുകൊണ്ട് കേസെടുത്തില്ല എന്ന ദുഃഖം മാത്രം. അങ്ങനെ പറ, ഇത് താണ്ടാ നിലപാട്. ഞാൻ ഒരിക്കലും ദന്തഗോപുരത്തിൽ ഇരിക്കുന്നതല്ല. ഞാൻ എപ്പോഴും ജനങ്ങളുടെ കൂടെ തന്നെ നിന്ന് പോലീസിലായിരുന്നപ്പോഴും. അതെ, ജഡ്ജസ് പ്ലീസ് നോട്ട്, ശ്രീലേഖ മാഡം ദന്തഗോപുരത്തിൽ നിന്ന് വന്ന ആളല്ല. അഴിമതി ഇല്ലാത്ത ഒരു ഭരണം കൊണ്ടുവരണം, ഇത്രയും കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഊന്നി പറയാൻ സാധിക്കുള്ളൂ. എന്തോ എവിടെയോ ഒരു സങ്കടം പോലെ. പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ എന്നുള്ള ഔദ്യോഗിക പദവി തന്ന സ്ഥിതിക്ക് ഞാൻ ഇങ്ങനെ ഒരു വാർഡിൽ മത്സരിക്കണം എന്ന് പറയുന്ന ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അതെ, സംസ്ഥാന ഉപാധ്യക്ഷയായ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നു. ഒട്ടുമില്ല. വാർഡിലോട്ട് മത്സരിക്കാനുള്ള വിശാല മനസ്സൊക്കെ പുള്ളിക്കാരി കാണിച്ചില്ലേ? പുള്ളിക്കാരി ഇപ്പോഴും IPS ആണോ? ഒരിക്കൽ IPS ആയാൽ ജീവിതകാലം മുഴുവൻ IPS അല്ലേ? ആയിരിക്കും. പക്ഷേ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ IPS-നോട് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. ഇഷ്ടപ്പെട്ടു, എടുക്കുന്നു കമ്മീഷൻ. എന്തല്ലേ ഇതിനെക്കുറിച്ച് ചോദിക്കാൻ കഴിയുന്ന ഒറ്റ മനുഷ്യൻ മാത്രമേ ഇന്ന് BJP ഉടനെ പറയാം, അയാൾ ഇപ്പോഴും സിനിമയിൽ ഇറങ്ങിയിട്ടില്ല, സൗകര്യമില്ലടോ ഇറങ്ങാൻ. സുരേഷ് ഏട്ടാ, ഈ IPS വെക്കുന്നതിനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ IPS വെക്കോ വെക്കാതിരിക്കോ എന്ത് വേണോ ആയിക്കോ, ഞങ്ങൾ ഇന്നു മുതൽ ശ്രീലേഖ മാം എന്നേ വിളിക്കൂ. ശ്രീലേഖ മാമും കൂടി ഇനി ഞാൻ അങ്ങനെ വിളിക്കാൻ പാടില്ല. ഞാൻ ശ്രീലങ്ക എന്ന് മാത്രമാണ് ഞാൻ വിളിച്ചിരുന്നത്. പക്ഷെ ഇനി അങ്ങനെ പറ്റില്ലല്ലോ. വലിയൊരു ഉത്തരവാദിത്വമല്ലേ ശ്രീലേഖ മാമിനെ പാർട്ടി ഏൽപ്പിച്ചത്? വലുത് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഉത്തരവാദിത്വം. അപ്പൊ അത് അതിൻ്റെതായിട്ടുള്ള ഒരു ഇതിലെടുക്കുന്നു. ഒരു ഉത്തരവാദിത്വം അത്രയേ ഉള്ളൂ, വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട. അല്ല, ഇത്തവണ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമോ? 100% ഉറപ്പ്. തിരഞ്ഞെടുപ്പാണ്, മറ്റൊന്നും ചിന്തിക്കരുത്, ഒറ്റ മൈൻഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.